നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. വിദേശത്തൊരു നല്ല ജോലി എന്ന സ്വപ്നം മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട വീഡിയോയാണ്. സിംഗപ്പൂരിലെ പ്രമുഖ കമ്പനികളിൽ ഇപ്പോൾ വിവിധ മേഖലകളിലായി പുതിയ നിയമനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനു മുൻപ് സിംഗപ്പൂരിലെ ഒഴിവുകളെക്കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിരുന്നു. അന്നുണ്ടായ കമ്പനികളിലല്ലാതെ പുതിയ കമ്പനികളിൽ പുതിയ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലത്തെ വിസയുടെ കാര്യങ്ങളുമെല്ലാം പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണണം. IT, സൈബർ സെക്യൂരിറ്റി, AI, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ഡിഫൻസ് ടെക്നോളജി തുടങ്ങിയ മേഖലകളിലാണ് കൂടുതൽ അവസരങ്ങൾ വന്നിട്ടുള്ളത്. അപേക്ഷിക്കേണ്ടത് ഓരോ കമ്പനിയുടെയും ഔദ്യോഗിക കരിയർ പോർട്ടൽ വഴിയാണ്. വ്യാജ ഏജൻസികൾക്ക് പണം നൽകാതെ ഔദ്യോഗിക വെബ്സൈറ്റ് മാത്രം ഉപയോഗിക്കുക. നമുക്ക് ഓരോ കമ്പനികളായിട്ട് നോക്കാം. സിംഗ്ടെൽ, സിംഗപ്പൂരിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനികളിൽ ഒന്നാണ് സിംഗ്ടെൽ. ഒഴിവുകൾ വന്നിട്ടുള്ളത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ക്ലൗഡ് എഞ്ചിനീയർ, നെറ്റ്വർക്ക് എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ്, AI എഞ്ചിനീയർ എന്നിവരുടേതാണ്. 5000 മുതൽ 9000 സിംഗപ്പൂർ ഡോളറാണ് ശമ്പളമായിട്ട് പറയുന്നത്. പരിചയവും ജോലിയും അനുസരിച്ച് പ്രതിമാസ ശമ്പളത്തിൽ വ്യത്യാസമുണ്ടായിരിക്കും. യോഗ്യത കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദം. ഇതല്ലെങ്കിൽ അനുബന്ധ മേഖലകളിൽ പരിചയമുണ്ടായിരിക്കണം. സിംഗ്ടെൽ കരിയേഴ്സിലാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈനായി അപേക്ഷിക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഒഴിവ് വരുന്നത് ഷ്നൈഡർ ഇലക്ട്രിക്കലാണ്. സിംഗപ്പൂരിലാണ്. കരിയർ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒഴിവുകൾ വന്നിട്ടുള്ളത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, പ്രോജക്റ്റ് എഞ്ചിനീയർ, സർവീസ് എഞ്ചിനീയർ, സെയിൽസ് എഞ്ചിനീയർ എന്നിവരുടെയാണ്. ശമ്പളം 4000 മുതൽ 8000 സിംഗപ്പൂർ ഡോളർ. സീമെൻസ് സിംഗപ്പൂരിലും ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഒഴിവുകൾ വന്നിട്ടുള്ളത് ഓട്ടോമേഷൻ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, പ്രോജക്റ്റ് മാനേജർ എന്നിവരുടെയാണ്. 4500 മുതൽ 8500 സിംഗപ്പൂർ ഡോളർ സാലറി ഉണ്ട്. അപേക്ഷിക്കേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ST എഞ്ചിനീയറിംഗ്, എയറോസ്പേസ്, ഡിഫൻസ്, എഞ്ചിനീയറിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ കമ്പനിയാണിത്. ഒഴിവുകൾ വന്നിട്ടുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, പ്രോജക്റ്റ് എഞ്ചിനീയർ, സിസ്റ്റം എഞ്ചിനീയർ എന്നിവരുടേതാണ്. 4500 മുതൽ 8500 SGD ആണ് ശമ്പളം പറയുന്നത്. പ്രായം സാധാരണയായി 21 വയസ്സിന് മുകളിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. HP സിംഗപ്പൂർ, ഒഴിവുകൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഡാറ്റ അനലിസ്റ്റ്, ടെക്നിക്കൽ സപ്പോർട്ട് എഞ്ചിനീയർ, സപ്ലൈ ചെയിൻ എന്നിവയാണ്. 4500 മുതൽ 8500 SGD ശമ്പളം. മൈക്രോൺ ടെക്നോളജി സിംഗപ്പൂർ, പ്രോസസ് എഞ്ചിനീയർ, എക്യുപ്മെൻറ്റ് എഞ്ചിനീയർ, മാനുഫാക്ചറിംഗ് ടെക്നീഷ്യൻ, ഡാറ്റ എഞ്ചിനീയർ എന്നിവരുടെ ഒഴിവുകളുണ്ട്. 3800 മുതൽ 8500 SGD ശമ്പളം. NCS സിംഗപ്പൂർ, ഒഴിവുകൾ വരുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ്, ക്ലൗഡ് എഞ്ചിനീയർ, പ്രോജക്റ്റ് മാനേജർ എന്നിവർക്കാണ്. 4500 മുതൽ 9000 SGD. എബോട്ട് സിംഗപ്പൂർ, ക്വാളിറ്റി എഞ്ചിനീയർ, പ്രൊഡക്ഷൻ സ്പെഷ്യലിസ്റ്റ്, ലബോറട്ടറി അനലിസ്റ്റ്, റെഗുലേറ്ററി അഫയേഴ്സ് എന്നിവയിലാണ് ഒഴിവുകളുള്ളത്. 3800 മുതൽ 7500 SGD. തെർമോ ഫിഷർ സയൻറ്റിഫിക് സിംഗപ്പൂർ, സയൻറ്റിസ്റ്റ്, ലബോറട്ടറി ടെക്നീഷ്യൻ, മാനുഫാക്ചറിംഗ് ഓപ്പറേറ്റർ, സപ്ലൈ ചെയിൻ. ഡൈസൺ സിംഗപ്പൂർ, ഒഴിവുകൾ മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ, ഡിസൈൻ എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. 5000 മുതൽ 10000 SGD ശമ്പളം. അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് റെസ്യൂം അന്താരാഷ്ട്ര നിലവാരത്തിൽ തയ്യാറാക്കുക. പാസ്പോർട്ട് സാധുവാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിൻ്റെ ഒപ്പം തന്നെ IELTS എല്ലാ ജോലികൾക്കും നിർബന്ധമല്ല. എന്നാൽ നല്ല ഇംഗ്ലീഷ് ആശയവിനിമയം സഹായകരമായിരിക്കും. ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക. കമ്പനിയുടെ കരിയർ പോർട്ടൽ വഴിയോ അംഗീകൃത റിക്രൂട്ട്മെൻറ്റ് സംവിധാനങ്ങളിലൂടെയോ മാത്രം അപേക്ഷിക്കുക. ഇവിടെ പറയുന്ന എല്ലാ കമ്പനികളും ഔദ്യോഗിക കരിയർ പോർട്ടലുകളാണ്. എന്നാൽ എല്ലാ ഒഴിവുകളും വിദേശികൾക്ക് തുറന്നിരിക്കണമെന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം സിംഗപ്പൂർ ജോലികളെക്കുറിച്ച് പറഞ്ഞ വീഡിയോകളിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, ഈ ജോലികളൊന്നും നമ്മൾ വിദേശികൾക്ക് കിട്ടില്ല, അവിടുത്തെ റെസിഡൻസിന് മാത്രമാണെന്ന്. ഇത് പറഞ്ഞതിൽ പകുതി ശരിയുണ്ട്. ചില ജോലികളിൽ സിംഗപ്പൂരിയൻസ് ഓൺലി എന്ന് എഴുതിയിട്ടുണ്ടാകും. സിംഗപ്പൂർ PR പ്രിഫേർഡ് അല്ലെങ്കിൽ മസ്റ്റ് ഹാവ് ദ റൈറ്റ് ടു വർക്ക് ഇൻ സിംഗപ്പൂർ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടാകും. അപേക്ഷിക്കുന്നതിന് മുമ്പ് ഓരോ ജോലിയുടെയും വിവരണത്തിൽ എംപ്ലോയ്മെൻറ്റ് പാസ്, പാസ് സ്പോൺസർഷിപ്പ്, ഓപ്പൺ ടു ഇൻ്റർനാഷണൽ അപ്ലിക്കൻസ് അല്ലെങ്കിൽ വർക്ക് ഓതറൈസേഷൻ എന്നിവ സംബന്ധിച്ച നിബന്ധനകൾ നിർബന്ധമായും പരിശോധിക്കുക. കമ്പനി ലിങ്കുകൾ സൂക്ഷിച്ചു വയ്ക്കുക. ഇപ്പോൾ ഒഴിവുള്ള ജോലി നിങ്ങൾക്ക് ഒരുപക്ഷെ അപേക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ അതേ കമ്പനിയിൽ ഇനി വരുന്ന അടുത്ത ഒഴിവ് ഒരുപക്ഷെ നിങ്ങൾക്കുള്ളതായിരിക്കും.
ഡെയ്സൺ, മൈക്രോൺ, ST എഞ്ചിനീയറിംഗ്, കെപ്പൽ, സെംകോർപ്പ് തുടങ്ങിയ കമ്പനികളിൽ യഥാർത്ഥത്തിൽ ശമ്പള സ്കെയിലുകൾ ഇതുപോലെ തന്നെ നൽകാറുണ്ട്. അതും ഒരു കമൻ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും ശമ്പള സ്കെയിലുള്ളത് ഒരിക്കലും വിദേശികൾക്ക്, മലയാളികൾക്കൊന്നും ലഭിക്കില്ല എന്ന്. അത് വാസ്തവമല്ല. ഈ പറഞ്ഞ കമ്പനികളിൽ അതാത് ശമ്പള സ്കെയിലുകൾ തന്നെ എല്ലാവർക്കും നൽകാറുണ്ട്. എന്നാൽ ശമ്പളം കൂടുതലായും സിംഗപ്പൂർ പൗരന്മാർ, പെർമനൻ്റ് റെസിഡൻസ് അല്ലെങ്കിൽ ഉയർന്ന പരിചയമുള്ള വിദഗ്ധർക്കാണ് ലഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് നേരിട്ട് അപേക്ഷിക്കുന്ന മലയാളികൾക്ക് അവസരമുണ്ട്. പക്ഷേ കമ്പനി എംപ്ലോയ്മെൻറ്റ് പാസ് EP അല്ലെങ്കിൽ S-പാസ് സ്പോൺസർ ചെയ്യാൻ തയ്യാറായിരിക്കണം. സിംഗപ്പൂരിൽ വിദേശ പ്രൊഫഷണലുകൾക്ക് ജോലി ചെയ്യാൻ അനുവദിക്കുന്ന 2 പ്രധാന തൊഴിൽ അനുമതികളാണ് എംപ്ലോയ്മെൻറ്റ് പാസും S-പാസും. യോഗ്യത, ശമ്പളം, ചെയ്യേണ്ട ജോലി എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇവ നൽകുന്നത്. എംപ്ലോയ്മെൻറ്റ് പാസ് എന്ന് പറയുന്നത് ഉയർന്ന വൈദഗ്ധ്യമുള്ള മാനേജർമാർ, എക്സിക്യൂട്ടീവുകൾ, സ്പെഷ്യലിസ്റ്റുകൾ എന്നിവർക്കാണ്. സാധാരണയായി അംഗീകൃത സർവകലാശാല ബിരുദമാണ് യോഗ്യതയായിട്ട് പറയുന്നത്. കുറഞ്ഞ ശമ്പളം മാസം 5600 സിംഗപ്പൂർ ഡോളറെങ്കിലും ഉണ്ടായിരിക്കണം. പ്രത്യേകത, കോമ്പാസ് എന്ന പോയിന്റ് അടിസ്ഥാനമാക്കിയുള്ള വിലയിരുത്തൽ സമ്പ്രദായം ഇതിന് ബാധകമാണ്. S-പാസ് എന്ന് പറയുന്നത് ഇടത്തരം വൈദഗ്ധ്യമുള്ള ടെക്നീഷ്യന്മാർ, അസോസിയേറ്റ് പ്രൊഫഷണലുകൾ തുടങ്ങിയ ജീവനക്കാർക്കാണ്. ഡിപ്ലോമയോ പ്രത്യേക സാങ്കേതിക സർട്ടിഫിക്കറ്റോ ഉള്ളവർക്കാണ് ഇതിനുള്ള യോഗ്യതയുള്ളത്. കുറഞ്ഞ ശമ്പളം വരുന്നത് പ്രതിമാസം കുറഞ്ഞത് 3150 സിംഗപ്പൂർ ഡോളർ ഉള്ളവർക്ക് S-പാസ് കിട്ടും. കമ്പനിയിലെ മൊത്തം ജീവനക്കാരുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പക്ഷേ തൊഴിലുടമകൾക്ക് S-പാസ് നൽകാൻ കഴിയൂ. ഇതുകൂടാതെ കമ്പനി സർക്കാരിലേക്ക് ലെവി അടയ്ക്കുന്നതുമായിരിക്കണം. ഹെൽത്ത് കെയർ, ലോജിസ്റ്റിക്സ്, കൺസ്ട്രക്ഷൻ, മറൈൻ, മാനുഫാക്ചറിംഗ് മേഖലകളിൽ വിദേശികൾക്ക് അവസരങ്ങൾ താരതമ്യേന കൂടുതലാണ്. അതേസമയം ഗവൺമെൻറ് ടെക്, CSIT പോലുള്ള ചില സർക്കാർ പ്രതിരോധ സ്ഥാപനങ്ങളിൽ സുരക്ഷാ ആവശ്യങ്ങൾ കാരണം വിദേശികൾക്ക് യോഗ്യത പരിമിതമായിരിക്കാം. മറ്റ് വിദേശികൾക്ക് ലഭ്യമായിട്ടുള്ള കമ്പനികളും ധാരാളമുണ്ട്. പ്രൊഫഷണലുകൾക്കുള്ള തൊഴിൽ വിസകളിൽ വർക്ക് പാസസ് ഫോർ പ്രൊഫഷണൽസ് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഉയർന്ന ശമ്പളവും യോഗ്യതയുമുള്ള പ്രൊഫഷണലുകൾക്ക് സിംഗപ്പൂർ മിനിസ്ട്രി ഓഫ് മാൻ പവർ നൽകുന്ന പാസുകളാണ് ഇവ. പിന്നെ 1 പാസ്. കായികം, കല, ശാസ്ത്രം, ബിസിനസ് എന്നീ മേഖലകളിലെ ആഗോള പ്രതിഭകൾക്കുള്ള പ്രത്യേക വിസയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള 1 പാസ് എന്ന് പറയുന്നത്. കുറഞ്ഞ പ്രതിമാസ ശമ്പളം 30,000 സിംഗപ്പൂർ ഡോളർ വരെ വേണം. പേഴ്സണലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് പാസ് ഉണ്ട്. ഉയർന്ന ശമ്പളമുള്ള വിദേശ പ്രൊഫഷണലുകൾക്ക് ഒരു കമ്പനിയുമായും ബന്ധമില്ലാതെ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ സഹായിക്കുന്ന വിസയാണത്. കുറഞ്ഞ ശമ്പളം പ്രതിമാസം 22,500 സിംഗപ്പൂർ ഡോളറാണ്. പിന്നെ എൻട്രി പാസ് ഉണ്ട്. സിംഗപ്പൂരിൽ പുതിയ ബിസിനസ് സ്റ്റാർട്ടപ്പ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന സംരംഭകർക്കുള്ളതാണ്. മിഡ് സ്കിൽഡ്, മറ്റ് തൊഴിലാളികൾക്കുള്ള വിസകൾ സ്കിൽഡ് ആൻഡ് സെമി സ്കിൽഡ് വർക്കേഴ്സിനുള്ളതാണ്. S-പാസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഡിപ്ലോമയോ സാങ്കേതിക വൈദഗ്ധ്യമോ ഉള്ള ഇടത്തരം ജീവനക്കാർക്ക് ലഭിക്കുന്നതാണ്. ഇവർക്കൊക്കെ ശമ്പളം 3300 സിംഗപ്പൂർ ഡോളർ മതി. കമ്പനികൾക്ക് നിശ്ചിത ക്വാട്ടയും ലെവിയും എല്ലാം ഉണ്ടായിരിക്കണം. വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ രംഗത്തും മറൈൻ ഷിപ്പ്യാർഡിലും സർവീസ് മേഖലകളിലുമെല്ലാമാണ് ഈ തൊഴിലാളികൾക്ക് ഈ പാസ് ആവശ്യമുള്ളത്. പ്രത്യേക ശമ്പള പരിധിയൊന്നുമില്ല. പിന്നെ വിദ്യാർത്ഥികൾക്കും കുടുംബങ്ങൾക്കുമുള്ള വിസകൾ സ്റ്റുഡൻറ്റ് ആൻഡ് ഫാമിലി പാസസ്. സ്റ്റുഡൻറ്റ് പാസ് എന്ന് പറയുന്നത് സിംഗപ്പൂരിലെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പൂർണ്ണസമയ പഠനത്തിന് ചേരുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വിസയാണ്. ഡിപ്പെൻഡൻറ്റ് പാസ് ഉണ്ട്. EP അല്ലെങ്കിൽ S-പാസ് ഉള്ളവർക്ക് നിശ്ചിത ശമ്പള പരിധിയുണ്ടെങ്കിൽ തങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ മക്കൾ എന്നിവരെ സിംഗപ്പൂരിലേക്ക് ഒപ്പം കൂട്ടാനുള്ള അനുമതി പത്രമാണിത്. ലോങ് ടേം വിസിറ്റ് പാസ് ഉണ്ട്. വിദേശികളായ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ മറ്റ് അടുത്ത ബന്ധുക്കൾക്കോ ദീർഘകാലം സിംഗപ്പൂരിൽ താമസിക്കാൻ നൽകുന്ന വിസയാണിത്. പ്രധാന ശ്രദ്ധയ്ക്ക് പറയുന്നത് ഇന്ത്യൻ യാത്രക്കാർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യം നമ്മൾ ഇതിനു വേണ്ടി മുൻകൂട്ടി അപേക്ഷിക്കണം. കാരണം ഇന്ത്യക്കാർക്ക് സിംഗപ്പൂരിൽ വിസ ഓൺ അറൈവൽ എന്ന സൗകര്യമില്ല. യാത്രയ്ക്ക് 30 ദിവസം മുൻപെങ്കിലും അംഗീകൃത വിസ ഏജൻറ്റുമാർ വഴി ഈ വിസയ്ക്ക് അപേക്ഷിക്കേണ്ടതുണ്ട്. SG അറൈവൽ കാർഡുണ്ട്. സിംഗപ്പൂരിലേക്ക് തിരിക്കുന്നതിന് 3 ദിവസത്തിനുള്ളിൽ ഓൺലൈനായി സൗജന്യ SG അറൈവൽ കാർഡ് സബ്മിറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ഇതൊക്കെയാണ് സിംഗപ്പൂരിൽ ജോലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഒരുപാട് ഒഴിവുകൾ വിദേശികൾക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്കെല്ലാം അനുയോജ്യമായവ തന്നെയാണ്. ഇനി എന്തെങ്കിലും കാരണത്താൽ ഇപ്പോൾ പറയുന്ന ഈ കമ്പനി ലിങ്കുകളിലുള്ള ജോലി ഒഴിവുകൾ നിങ്ങൾക്ക് ബാധകമായിരിക്കില്ല എങ്കിൽ തന്നെ ഈ ലിങ്കുകൾ സൂക്ഷിച്ചു വയ്ക്കുക. അവിടെ ധാരാളം ജോലി ഒഴിവുകൾ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു ജോലിക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതേ ഉള്ളൂ.
കൂടുതൽ ജോലി ഒഴിവുകളും ലിങ്കുകളുമായി വീണ്ടും വരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഒപ്പം തന്നെ ഷെയർ ചെയ്യൂ. അതുപോലെ തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യൂ.